ഇതേക്കുറിച്ച് പറയുമ്പോൾ ബഹുമാനിയായ മുജാഹിദ് ബാലുശ്ശേരി ഒരു ഖുത്ബയിൽ പറഞ്ഞു, ബിദ്അത്തിനെ കുറിച്ച് ഖുത്ബ നടത്തിയപ്പോൾ ആ ഖുത്ബയിൽ അദ്ദേഹം പറഞ്ഞു, മുൻഗാമികൾ ബിദ്അത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരുപാട് പരാമർശങ്ങൾ. ആ കൂട്ടത്തിൽ ബഹുമാനായ സുഫ്യാൻ സൗരി റഹിമഹുല്ലാ, മഹാനായ പണ്ഡിതൻ, വലിയ അഗാധ ജ്ഞാനമുള്ള മഹാനായ പണ്ഡിതൻ, ഇമാം മാലിക്കിന്റെയും ഇമാം ഷാഫിയുടെയും ഇമാം അഹ്മദിന്റെയും ഒക്കെ ആ കിടയൊത്ത മഹാനായ സുഫ്യാൻ സൗരി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ. പിശാചിന് തിന്മയേക്കാൾ താല്പര്യം ബിദ്അത്തിനോടാണ്. പിശാചിന് തിന്മയേക്കാൾ താല്പര്യം ബിദ്അത്തിനോടാണ്. കാരണം എന്തേ? ലിഅന്നൽ ബിദ്അത ലാ യുതാബു മിൻഹാ, ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യുന്ന പ്രശ്നമില്ല. ചിലയിടത്ത് ലിഅന്നൽ മഅസിയ യുതാബു മിൻഹാ വൽ ബിദ്അതു ലാ യുതാബു മിൻഹാ എന്നും കാണാം. തിന്മകൾ അതിൽ നിന്ന് തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷെ ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം പുണ്യകർമ്മം എന്ന നിലക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിശാചിന് ഏറ്റവും ഇഷ്ടം തിന്മയേക്കാളേറെ ബിദ്അത്താണ് എന്ന് സുഫ്യാൻ സൗരി റഹിമഹുല്ലാ പഠിപ്പിച്ചു എന്ന് ഖുത്ബയിൽ പറഞ്ഞു. ഇവര് ആ കഷ്ണം മുറിച്ചു. ആ കഷ്ണം മുറിച്ചിട്ട് സംഗതി മുസ്ലിയാക്കന്മാര് 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം കിതാബ് ഓതി എന്ന് പറയാന്നല്ലാതെ ഈ 20 കൊല്ലം ഓതിയ കിതാബൊക്കെ കാര്യമായിട്ട് 1-2 കിതാബേ ഉള്ളൂ. അതിന്റെ അപ്പുറം ഓതേണ്ട കിതാബൊന്നും പോലും ഓതലില്ല. അല്ലാത്ത ചില കിതാബ് ഓതുമ്പോൾ ഓതേണ്ട അത്യാവശ്യ കിതാബ് അല്ലതാനും അങ്ങനത്തെ ചില കിതാബ് ഓതി നടന്നുകൊണ്ട് വലിയ ആലിമിക വിചാരിച്ച് അടക്കാവോല്. അപ്പൊ അവര് വിചാരിച്ചെന്താ, ഹൈ സുഫ്യാൻ സൗരി എങ്ങനെ പറയുമോന്നാ. കലബൽ ഓതിയ കിതാബിലേ ഇല്ല. അതുകൊണ്ട് മുസ്ലിയാക്കന്മാര്, അലവി സഖാഫി അടക്കമുള്ള മുസ്ലിയാക്കന്മാര് നാട് നീളെ പറഞ്ഞ സുഫ്യാൻ സൗരി പറഞ്ഞിട്ടില്ല, കളവാണ്, വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് നാട് നീളെ അതുമായി നടന്നു. മുജാഹിദ് എണ്ണി കാണിച്ചു കൊടുത്തപ്പോ ഇപ്പൊ വെല്ലുവിളിയുടെ സ്വരമടക്കം മാറി എന്നാണ് വസ്തു. ഓരോന്നോരോന്നായി ആ വിഷയം ഞാൻ കാണിക്കാം. ആദ്യം ഈ വിഷയത്തില് ഇവരിടുന്ന കഷ്ണം ബാലുശ്ശേരി പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കഷ്ണം മാത്രം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. ഈ കഷ്ണമാണ് ഇവര് സാധാരണ പ്രദർശിപ്പിക്കാറുള്ളത്. എന്നിട്ട് കണ്ടോ, അപ്പൊ കുനൂത്ത്, കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, ഈ ബിദ്അത്തൊക്കെയും തിന്മയേക്കാൾ, വ്യഭിചാരത്തേക്കാൾ, അതേപോലെ മോഷണത്തേക്കാൾ, മദ്യപാനത്തേക്കാൾ വലിയ തിന്മയാണ് എന്ന് പറഞ്ഞ് ആളുകൾ ഇളക്കാൻ നോക്കുക. ഇളക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. സത്യം ആര് പറഞ്ഞാലും സത്യമെന്ന് അംഗീകരിക്കല്ലേ വേണ്ടത്, അല്ലെങ്കിൽ സ്ഥാപിക്കാനാകണം ഇത് ബിദ്അത്തല്ല എന്ന്. ഖുനൂത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹിക്ക് മാത്രമായി കാലാകാലം നിർവഹിച്ചിട്ടുണ്ട് എന്ന് സ്വഹീഹായ നിലയ്ക്ക് സ്ഥാപിക്കാൻ കഴിയണം. നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നിബിധങ്ങൾ നിർവഹിച്ചുവെന്ന് കാണിക്കാനാവണം. പക്ഷേ സാധ്യമല്ല. 20,000 വഖത്തോളം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നമസ്കരിച്ചിട്ട് ഒരു വഖത്തിലെങ്കിലും നമസ്കാര ശേഷം തിരിഞ്ഞിരുന്ന് പ്രവാചകർ പ്രാർത്ഥിക്കുകയും സ്വഹാബത്ത് ആമീൻ പറയുകയും ചെയ്ത ഒരൊറ്റ സംഭവമുണ്ടോ എന്ന് എത്ര വേദികളിൽ മുജാഹിദ് ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ കാണിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാൻ അവർക്കാവില്ല എന്ന കാര്യം തീർച്ചയാണ്. അപ്പൊ പിന്നെ ചെയ്ത പണി എന്താ? കിതാബ് ഇല്ലാന്നാണ് പറയാ. അത് സമുദായത്തെ അതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും ഇളക്കാൻ ശ്രമിക്കുക, വികാരമുണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ബാലുശ്ശേരി തീർത്ത് നിങ്ങളൊന്ന് കേൾക്കുക. ബാലുശ്ശേരി പറഞ്ഞ വാചകം മുഴുവനായി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ മനസ്സിലാവും ബാലുശ്ശേരിയുടെ വക പറഞ്ഞതല്ല, ഇത് സുഫ്യാൻ സൗരി പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചതാണ് എന്ന് അവിടെ ബോധ്യമാകും. നിങ്ങൾ ശ്രദ്ധിക്കുക. പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ഇബ്നു ഉമർ എല്ലാ ബിദ്അത്തും വഴികേടാണ്, വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ വഴികേടും ബിദ്അത്താണ്. നിങ്ങൾ മനസ്സിലാക്കണം ആ ബിദ്അത്ത്. എന്നിട്ട് അദ്ദേഹം പറയാൻ, ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും ശരി, ബിദ്അത്തിനെ ജനങ്ങൾ നല്ലതായി കണ്ടാലും ശരി, അത് വഴികേടാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല, ആ വഴികേടുകളെല്ലാം നരകത്തിലേക്കാണ്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. സുഫ്യാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, സുഫ്യാനു സൗരി പറയാൻ നോക്ക്, തിന്മകളേക്കാൾ
പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല, ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. സുഫിയാനു സൗരി KNM-ന്റെ പ്രസിഡന്റ് അല്ല. മനുഷ്യരെ, ഇനിയെങ്കിലും നിങ്ങൾക്കിത് മനസ്സിലാകുമോ? എനിക്കറിയില്ല. അപ്പൊ കണ്ടോ, സ്വന്തം മക പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ പറഞ്ഞു. ഇത് പറഞ്ഞത് KNM-ന്റെ പ്രസിഡന്റ് അല്ല, മുജാഹിദ് പണ്ഡിതന്മാരല്ല, മറിച്ച് സുഫിയാൻ സൗരിയാണ് പറഞ്ഞത് എന്ന് മുജാഹിദ് ബാലുശ്ശേരി വ്യക്തമാക്കി. ആ ക്ലിപ്പ് ഇറങ്ങിയ കാലത്ത് അലവി സഖാഫി ചാലിയത്ത് പ്രസംഗിച്ചു. ആ ചാലിയം പ്രസംഗത്തിന് അലവി സഖാഫി ഇത് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, സുഫിയാൻ സൗരി പറഞ്ഞിട്ടില്ല, തെളിയിക്കാനാവില്ല, കാണിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച്. എന്താ വെല്ലുവിളി എന്നറിയോ? കേൾക്കേണ്ട വെല്ലുവിളി തന്നെയാണ്. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ചാലിയത്ത് അലവി സഖാഫി ഈ ക്ലിപ്പിട്ട് നടത്തിയ വെല്ലുവിളി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ശരി എന്ന കരിങ്കല്ല് കോടയിൽ നിന്ന് വരുന്ന പടുജാഹിലാണ് സുഫിയാനു സൗരി അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കാണിക്കാൻ കഴിയുമെങ്കിൽ സക്കരിയ സലാഹിയെ 1000 കുതിരശക്തിയോടെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്താ ഊറ്റെന്നറിയോ? കാണിക്കാൻ പറ്റോ? തെളിയിക്കാൻ പറ്റോ? പറഞ്ഞിട്ടില്ല. എന്തെല്ലാം ഏതെല്ലാം ബാലുശ്ശേരിയെ വ്യക്തിപരമായി പോലും വിളിച്ചുകൊണ്ട് പരാമർശിച്ചു പരിഹസിച്ചുകൊണ്ടുള്ള ഈ വെല്ലുവിളി അവിടെ മുജാഹിദ് ഏറ്റെടുത്തു. ഒന്നേ പിറകെ ഒന്നായി കിതാബുകൾ എണ്ണി എണ്ണി വായിച്ചു കൊടുത്തു. ഇത് എവിടെയാ വന്നത് എന്ന് എണ്ണി മുജാഹിദീനാണ് വായിച്ചു കൊടുത്തു. സ്വന്തം മക പറഞ്ഞതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ എത്ര മുൻഗാമി രേഖപ്പെടുത്തി വെച്ചു. ഇമാം ലാലിക്കായി തന്റെ ഇഅ്തിഖാദു അഹ്ലുസുന്ന വൽ ജമാഅ എന്ന കിതാബില് ഇത് രേഖപ്പെടുത്തിയത് കാണാം. അതേപോലെ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അബൂ ഇസ്മായിൽ ഹറവി തന്റെ ദമ്മുൽ കലാമിൽ രേഖപ്പെടുത്തിയത് കാണാം. ജലാലുദ്ദീൻ സുയൂത്തിയുടെ അൽ അംറു ബിൽ ഇത്തിബായിൽ കാണാം. ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ ഖുർത്തുബിയിൽ കാണാം. ഇമാം ബഗവിയുടെ ശറഹ് സുന്നയിൽ കാണാം. ഇബ്നുൽ ജൗസിയുടെ തൽബീസ് ഇബ്ലീസിൽ കാണാം. ഇങ്ങനെ ഡസൻ കണക്കിന് കിതാബുകളിൽ നമുക്കിത് കാണാൻ കഴിയും. മുൻഗാമികളിൽ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ ഈ വാചകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുജാഹിദുകൾ നാട് നീളെ ഈ കിതാബുമായി ചെന്ന് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്തിട്ട് കണ്ടോ ഇതാണ് ആ വാചകം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോ ഇപ്പൊ മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായി സംഗതി കിതാബിലുണ്ട്. പറച്ചിലെന്താ? വഹാബികളെ ബുക്ക് കഴിച്ചു മാറി നമ്മളെ കിതാബ് ഓതിയത. പക്ഷെ കിതാബിൽ എന്താണുള്ളത് അത് എന്നും മുജാഹിദുകൾ പറഞ്ഞു കൊടുക്കണം. ഇതാണ് കണ്ടപ്പോൾക്ക് മനസ്സിലായി സംഗതി കിതാബിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? നഞ്ഞ് തൽക്കാലം വെല്ലുവിളി വേണ്ട. അങ്ങനെ ഇപ്പൊ അലവി സഖാഫി വഹാബികൾക്കെതിരെ വിതരണം ചെയ്യാൻ വേണ്ടി മാത്രമായി വഹാബിസം വൈരുദ്ധ്യങ്ങളുടെ കലവറ എന്ന പേരില് സീഡി ഇറക്കിയപ്പോൾ ആ സീഡിയില് ബാലുശ്ശേരി ക്ലിപ്പിട്ടപ്പോ ചാലിയത്തിട്ട ക്ലിപ്പിന്റെ അത്ര തന്നെ വലിപ്പല്ല. ക്ലിപ്പ് വലിപ്പം കുറഞ്ഞു. സുഫിയാൻ സൗരിന്റെ പേര് പറയുന്നില്ല, അത് പോയി. സുഫിയാൻ സൗരി പറഞ്ഞു എന്നുള്ള വാചകം തന്നെ കട്ട് ചെയ്തു. എന്നിട്ട് മുജാഹിദ് ബാലുശ്ശേരി സ്വന്തം മക പറഞ്ഞതാണ് ഇത് തോന്നിപ്പിക്കും വിധം ക്ലിപ്പിട്ടിട്ട് ആ നിലയ്ക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്തു. കേട്ടോളൂ നിങ്ങൾ. എവിടെയാണ് മാറ്റം? എവിടെയാണ് വൈരുദ്ധ്യം? എവിടെയാണ് കാപ്പട്യം? 150 കാപ്പട്യം ഇങ്ങോട്ട് നിങ്ങളുടെ വക വ്യാജമായി കെട്ടിയുണ്ടാക്കി പ്രചരിപ്പിക്കുന്നുവെങ്കിൽ 1500 കാപ്പട്യങ്ങൾ ഉള്ളത് തന്നെ അങ്ങോട്ട് കാണിച്ചാലും ഉള്ളതിന്റെ ഒരു അംശം പോലും ആവില്ല എന്നാണ് വസ്തുത. അവിടെ ഇട്ട ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. അലവി സഖാഫിന്റെ ആ വിശദീകരണം അടക്കം പറയുന്നത് സുന്നികളായ നമ്മൾ ചെയ്യുന്ന കർമ്മാണ് കുനൂത്തും കൂട്ടപ്രാർത്ഥനയും. ഈ കൂട്ടപ്രാർത്ഥനയും കുനൂത്തും ചെയ്താൽ മുജാഹിദ് പറയാ ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണത്. വ്യഭിചാരത്തെക്കാളും ഇഷ്ടപ്പെട്ട കാര്യമാണ് കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും പിശാചിനെ. അതായത് അതിന്റെ അർത്ഥം കൂട്ടുപ്രാർത്ഥന ചെയ്യുന്നതിലേറെ കുനൂത്ത് ചെയ്യുന്നതിലേറെ നല്ലത് എന്താണ്? വ്യഭിചരിക്കലാണ്. മുജാഹിദിന്റെ നേതാവ് ഈ സമൂഹത്തെ പഠിപ്പിക്കുക. നിങ്ങൾ ചിന്തിക്കണം. അല്ലെങ്കിൽ വ്യഭിചാരത്തെക്കാളും കടുപ്പാണ് ഏത്? കൂട്ടുപ്രാർത്ഥന.
നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അയാൾ പറയട്ടെ, വെച്ചു കൊടുക്ക്. ബാലുശ്ശേരി പറയുന്നു, ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും തൂക്കത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. അത് കേട്ടങ്ങൾ, സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത്. എന്താ ഈ കുനൂത്ത് എപ്പോഴാ ഓതലെന്ന് വരെ ഈ മൊയന്തിന് അറിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്താ ഞാൻ ഇയാളെ പറ്റി പറയുന്നത്? സുബഹിക്ക് ശേഷമുള്ള കുനൂത്താത്ര. ഇതാ മുജാഹിദിന്റെ വിവരം. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഇയാൾക്ക് ഇത് എപ്പോഴാ ഓതേണ്ടത് എന്ന് വരെ അറിയുന്നില്ല. പറയട്ടെ, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. അപ്പൊ ഇത് പിന്നെ വലിയ പാതകമാണ്. ഏത്? ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്നത്, കുനൂത്ത് ഓതുന്നത്, അതേക്കും നല്ലത് വ്യഭിചരിക്കലാണ് എന്നാണ് ഇപ്പൊ ഇവരുടെ ഭാഷ്യം. അപ്പൊ കണ്ടോ, ഇപ്പൊ വെല്ലുവിളില്ല, ക്ലിപ്പ് തികച്ചില്ല. ചാലിയത്ത് വന്നപ്പോ എല്ലാം ഇട്ടു. സുഫിയാൻ സൗരി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പൊ ചോദ്യം ഞാൻ കണ്ടാ മൂപ്പര് കണ്ടു, മൂപ്പർക്ക് ബോധ്യപ്പെട്ടു, പഠിഞ്ഞു. പക്ഷെ എന്നാലും വേണല്ലോ ജീവിക്കാം. അവിടെ ക്ലിപ്പ് ഇട നിർത്താൻ പറ്റൂല. ക്ലിപ്പിട് നിർത്തിയാ പിന്നെ ജീവിക്കണ്ടേ? അവിടെ ക്ലിപ്പിട്ടോണ്ടെടുക്കുക. അത് നേരത്തെ ബാലുശ്ശേരി പറഞ്ഞ് നമ്മൾ കേട്ടതുപോലെ അവരങ്ങ് ഇടട്ടെ, അവിടെ വെച്ച് കാണാം. കിറാമൻ കാതിബീൻ എന്ന് ബാലുശ്ശേരി ആയത്തോതിയിട്ടാണല്ലോ പറഞ്ഞത്. അതെ, അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ വെച്ച് കണക്ക് തീർക്കാമെന്ന് അതേപ്പറ്റി സൂചിപ്പിക്കാനുള്ളൂ. ഇനി ഇത് സുഫിയാൻ സൗരി പറഞ്ഞു എന്നുള്ളത് ഇനി മുജാഹിദിന് അർത്ഥം വെച്ച് വായിച്ചതാണോ, ഒരു കിതാബ് നോക്കിയോട്ട് വായിച്ചതാണോ അല്ല എന്ന് ബോധ്യമാകാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ തന്നെ സുഫിയാൻ സൗരിയുടെ ഈ വാചകം കിതാബ് നോക്കി വായിച്ചു കേൾപ്പിക്കുന്നത് ശ്രദ്ധിക്കാം. നിങ്ങൾ കേട്ടുകൊള്ളുക. സാക്ഷാൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സുഫിയാൻ സൗരിയുടെ ഇതേ വാചകം അദ്ദേഹം അറബി മൂലം വായിച്ചുകൊണ്ട് അത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കട്ടെ. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. പക്ഷെ രണ്ടു തരം പാപങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ. മറ്റൊന്ന് വിശ്വാസരംഗത്ത് വരുന്ന വ്യതിയാനം അല്ലെങ്കിൽ ബിദ്അത്ത്. എന്നാൽ പിശാചിന് ഏതാ ഇഷ്ടം? ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു പറയുന്നു, ഇന്നൽ ബിദ്അത്ത് അഹബ്ബു ഇലൈ ഇബ്ലീസ് മിനൽ മാസിയ. മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിദ്അത്ത് എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്നുചാടലാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ? ലിഅന്നൽ ബിദ്അത്ത ലാ യുതാബു മിൻഹാ. ഒരാൾ ബിദ്അത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് ആൾക്ക് തിരിച്ചറിയില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും തൗബ ചെയ്യില്ല. ആ ബിദ്അത്തിൽ ശാശ്വതമായി മുന്നോട്ട് പോകും. വൽ മാസിയത്തു യുതാബു മിൻഹാ. തെറ്റാണെങ്കിൽ ആൾക്ക് തെറ്റാണെന്നറിയാം, ഇന്നല്ലെങ്കിൽ നാളെ പശ്ചാത്തപിക്കും. അപ്പൊ ആപേക്ഷികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു ബിദ്അത്തിന്റെ വാഹകനായി ജീവിക്കുന്നതെന്ന് ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവതരാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാങ്കന്മാരോട് ഉണർത്താനുള്ളത്, നേർമാർഗമെന്ന് തർക്കമില്ലാത്ത വിഷയം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി. അപ്പൊ കണ്ടോ, കിതാബിലുണ്ട് എന്ന് ഉറപ്പായി. അതിൽ മാന്യമായി നേരെ നോക്കി കാണുകയും ചെയ്യും. പക്ഷെ കിതാബ് നോക്കാനും വേണ്ട അറിയാം.